സന്മനസ് ജോർജ് ഇനി ജനമനസ്സുകളിൽ ജീവിക്കും. ഹൃദയാഘാതത്തെ തുടർന്ന് മരണമടഞ്ഞ പാലാ മുണ്ടയ്ക്കൽ സന്മനസ് ജോർജ് എന്ന് വിളിപ്പേരുള്ള ജോർജ് ജോസഫിന്റെ ദൗതിക ശരീരം തിങ്കളാഴ്ച പാലാ ടൗൺ ഹാളിൽ പൊതുദർശനത്തിന് വച്ച ശേഷം ചൊവ്വാഴ്ച പാലാ കത്തീഡ്രൽ പള്ളി സെമിത്തേരിയിൽ സംസ്കരിച്ചു. നാടിന്റെ വിവിധ തുറകളിൽ നിന്നുള്ളവരും രാഷ്ട്രീയ സാമൂഹിക പ്രവർത്തകരും നാട്ടുകാരും ചടങ്ങിൽ പങ്കെടുത്ത് ജോർജിന് അന്ത്യമുഗ്ജലി അർപ്പിച്ചു. ടാക്സി ഡ്രൈവറായിരുന്ന സമയത്ത് നിരവധി രോഗികളെ പാലാ ഗവൺമെന്റ് ജനറൽ ആശുപത്രിയിൽ എത്തിച്ചിരുന്ന സമയത്ത് അവർ അനുഭവിക്കുന്ന കഷ്ടപ്പാടുകൾ മനസ്സിലാക്കിയതോടെയാണ് ജോർജ് മുഴുവൻ സമയം ജീവകാരുണ്യ പ്രവർത്തനത്തിലേക്ക് കടന്നത്. പാലാ ഗവൺമെന്റ് ആശുപത്രി കേന്ദ്രീകരിച്ചായിരുന്നു ആദ്യകാല പ്രവർത്തനങ്ങൾക്ക് തുടക്കം. ആശുപത്രിയിലെത്തുന്ന രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും ജോർജ് ഒരു അനുഗ്രഹമായി മാറി. ആരുമില്ലാത്ത രോഗികൾക്ക് കൂട്ടിരിക്കുന്നതിനോടൊപ്പം അവർക്കാവശ്യമായ ഭക്ഷണവും വസ്ത്രങ്ങളും ജോർജ് സംഘടിപ്പിച്ചു കൊടുത്തു. മാനസിക വെല്ലുവിളി നേരിടുന്നവർക്കും വൃക്ക രോഗികൾക്കും തെരുവിൽ അലയുന്നവർക്കും സഹായമെത്തിക്കാൻ ജോർജ് മുഴുവൻ സമയവും പ്രവർത്തിച്ചു. സാമ്പത്തിക ബുദ്ധിമുട്ട് വന്നതോടെ പാലാ കേന്ദ്രീകരിച്ച് സന്മനസ് കൂട്ടായ്മ എന്ന പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ചു. അതോടെ ജോർജിനെ സന്മനസ് ജോർജ് എന്ന നാട്ടുകാർ ഓമന പേര് വിളിച്ചു തുടങ്ങി. കോവിഡ് കാലത്ത് വലിയ സേവനമാണ് ജോർജ് രോഗികൾക്ക് ചെയ്തുകൊടുത്തത്. ജോർജിന്റെ സേവനം ലഭിക്കാത്ത രോഗികൾ പാലാ ആശുപത്രിയിൽ ഇല്ലെന്ന് തന്നെ പറയാം. ആരോരുമില്ലാത്തവർക്ക് ജോർജ് ഒരു സുഹൃത്തോ സ്വന്തക്കാരോ കുടുംബനാഥനോ ഒക്കെയായി മാറി. ഇതിനിടയിൽ തെരുവിലലയുന്ന ആരോരുമില്ലാത്തവരെ അഭയകേന്ദ്രങ്ങളിൽ എത്തിക്കാനും ജോർജ് മുൻകൈയെടുത്തു. 6000-ലധികം വൃക്കരോഗികൾക്ക് ജോർജിന്റെ നേതൃത്വത്തിൽ സൗജന്യ ഡയാലിസ് കിറ്റുകൾ ലഭ്യമാക്കി. ആശുപത്രിയിലെ ജീവനക്കാരും ജോർജിന്റെ പ്രവർത്തനത്തിന് എല്ലാവിധ പിന്തുണയുമേകി. യഥാർത്ഥ മനുഷ്യസ്നേഹത്തിന്റെ ആൾരൂപമാണ് ജോർജ് എന്ന് മാണി സി കാപ്പൻ MLA പറഞ്ഞു. ചൊവ്വാഴ്ച രാവിലെ പാലാ കത്തീഡ്രൽ പള്ളിയിൽ സംസ്കാര ചടങ്ങുകൾക്ക് ശേഷം ജോർജിനെ കല്ലറയിൽ അടക്കം ചെയ്തു. ജോർജിന്റെ വിയോഗം പാലാ നിവാസികൾക്കും പ്രത്യേകിച്ച് പാലാ ഗവൺമെന്റ് ആശുപത്രിയിലെ രോഗികൾക്കും തീരാനാവാത്ത നൊമ്പരവും വലിയ നഷ്ടവുമായി മാറി. ജോർജ് ചേട്ടന്റെ സ്കൂട്ടറിൽ എപ്പോഴും എന്തെങ്കിലും കാണുമെന്ന് ആശുപത്രി ജീവനക്കാർ പറയുന്നു. ഭക്ഷണവും വസ്ത്രവും ഉൾപ്പെടെ ആരെന്തു കൊടുത്താലും ജോർജ് വാങ്ങി വണ്ടിയിൽ വയ്ക്കും. പിന്നെയുള്ള യാത്ര അത് അർഹതപ്പെട്ടവരുടെ കൈകളിൽ എത്തിക്കുന്നതുവരെയാണ്. ഒരിക്കൽ ഒരു കർഷകൻ കുറെ പച്ചക്കപ്പ കൊടുത്തു. അതുപോലും വാങ്ങി ഒരു നേരത്തെ ഭക്ഷണത്തിനായി ബുദ്ധിമുട്ടുന്ന ഒരു കുടുംബത്തിന് കൈമാറിയ ചരിത്രവുമുണ്ട്. ആശുപത്രിയിൽ നിറപുഞ്ചിരിയോടെ കാഷ്വാലിറ്റിയുടെ മുൻപിൽ ഒരു കസേരയിൽ തന്നെ ആവശ്യമുള്ളവരെയും കാത്ത് ജോർജ് എന്ന സന്മനസ് ജോർജിന്റെ മുഖം ആശുപത്രി ജീവനക്കാർക്കും രോഗികൾക്കും ഒരിക്കലും മറക്കാൻ കഴിയാത്ത ഓർമ്മയായി മാറി.